Dear friends, welcome to another video of Inspired Souls. ഇൻസ്പയർഡ് സോൾസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ള വിഷയമാണ്. എന്താണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്? നമ്മൾ പലപ്പോഴും നമ്മളറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫിൽ കൊടുക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ ഇതിനെ ഒരു പ്രിൻസിപ്പിളായിട്ട് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് എന്ന ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ സഹായിക്കുന്നത്? ഇപ്പോൾ കൗൺസിലിങ്ങിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിൽ നമ്മൾ ഒരു കൗൺസിലർ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വളരെ ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റുകളായ എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും അവകാശപ്പെടുന്നത് ഒരു വ്യക്തിക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പൊട്ടൻഷ്യലുകളിലേക്കും ആ വ്യക്തിക്ക് എന്തായി തീരാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് എബ്രഹാം മാസ്ലോ എന്ന സൈക്കോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക? ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു വസ്തുത. സോ എങ്ങനെയാണ് നമ്മൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് നമ്മുടെ ബിഹേവിയറുകളിൽ തന്നെ വളരെയധികം വ്യത്യസ്തതകൾ കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പോലെ അല്ല എന്നുള്ളത് നിസ്തർക്കമായൊരു വിഷയമാണ്. ഒരിക്കലും ഒരു വ്യക്തി മറ്റുള്ള ഒരു വ്യക്തിയെ പോലെയാണ്. എന്നെപ്പോലെ ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാളെ പോലെ ഈ ലോകത്തിൽ മറ്റൊരാൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള എക്സ്പീരിയൻസുകളും ഉണ്ട്. പക്ഷേ ആ എക്സ്പീരിയൻസുകൾ അവർക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം അത് ആ വ്യക്തി തന്നെയാണ് ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസുകളിലൂടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസുകളെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ മാറി നിന്നുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസുകളെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ തന്നെ കടന്നു പോവുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ എന്ന നിലയിൽ തന്നെ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ടോ? ഒരിക്കലും നമുക്കതിനുള്ള സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാണ്. ഇപ്പോൾ ബൈബിളിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും കാര്യം പറയുന്നുണ്ട്. അതിൽ ഒരാൾ യേശുവിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരാൾ ഇതിലായിരുന്നു, മറ്റൊരാൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണ്. അപ്പോൾ ഈ വ്യാപൃതരാവുക എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതമാകുന്നത്, നമ്മൾ പലപ്പോഴും മെൻ്റലി കൂടി പല കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുന്നുണ്ട്. അതായത് നമ്മുടെ തോട്ട് പാറ്റേൺസ്, നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾ, ആകുലതകൾ, അതിനെക്കുറിച്ച് പലപ്പോഴും ഉൾവലിഞ്ഞുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ നിന്ന് നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ ഒരു റിലീജിയൻ, ഒരു സ്പിരിച്വാലിറ്റി കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മാറി നിന്നൊന്ന് ചിന്തിച്ച് നോക്കിയാലോ? അതാണ് നമുക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിൽ നമ്മൾ തന്നെ ചെയ്യുന്നത്. നമ്മൾ തന്നെ മാറി നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കാണുന്നു. പലപ്പോഴും നമ്മൾ മറ്റു വ്യക്തികളെ നോക്കിക്കാണുന്നതിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ ആ ക്യൂരിയോസിറ്റി നമ്മളെ തന്നെ അറിയാനായിട്ട് ഒന്ന് എടുത്തു നോക്കിയാലോ? നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ വ്യത്യസ്തതകളെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ സെൽഫ് അവയർനെസ്സിനെ കൂട്ടിക്കൊണ്ടുവരികയും നമ്മളോട് കൂടുതൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുന്നത് വഴി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഒരു പ്രോവർബ് ഉണ്ട്. അതായത് ടു എർ ഈസ് ഹ്യൂമൻ ബട്ട് ടു കറക്റ്റ് ഈസ് ഡിവൈൻ. സോ ടു എർ ഈസ് ഹ്യൂമൻ. നമുക്ക് ആദ്യത്തെ പോയിന്റ് എടുക്കാം. ടു എർ ഈസ് ഹ്യൂമൻ. സോ നമ്മളൊരു മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളത് ഹ്യൂമൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മളൊരു നമുക്ക് തന്നെ ഇത് കൊടുക്കുക, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുക
കൊടുക്കുന്നത് വഴി നമ്മൾ നമ്മളോട് തന്നെ വളരെ ഒരു എന്താ പറയുക ലൂസായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളത് കണ്ടെത്തുന്നത് വഴി നമ്മൾ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. അത് നമുക്ക് വഴി ഒരുക്കി തരികയാണ്. നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് പോകാനായിട്ട് ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമുക്കൊരു വഴിയിട്ട് തരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രോയിഡൊക്കെ പറയുന്ന പോലത്തുള്ള ഒരു അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസുകൾ ചൈൽഡ്ഹുഡിൽ കിടനായിട്ട് കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അപ്പോൾ മെജോറിറ്റി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നൊക്കെ പറയും. ഇപ്പോൾ സപ്പോസ് അത് ഉണ്ടെങ്കിൽ തന്നെ അതൊരു കൺസെപ്റ്റ് ആയിട്ടോ അത് ഓരോരുത്തരും എടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ സപ്പോസ് അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാനും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടെ ഒരു പോസിബിലിറ്റി ആയിരിക്കാം ഈ ഒരു ഈ മാസ്ലോ പറയുന്ന അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് അവെയർ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തലകുത്തി നിൽക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ദിവസം ഒരു 10 മിനിറ്റ് എടുക്കുകയോ 15 മിനിറ്റ് എടുക്കുകയോ അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. അല്ലെങ്കിൽ ചിലർ മെഡിറ്റേഷൻ വഴിയായിരിക്കാം, നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമുക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് നമ്മൾ ഏതെങ്കിലും സമയങ്ങളിൽ സ്ഥിരമായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊരു കണ്ടീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ മറ്റുള്ളവർക്കും അത് കൊടുക്കാനായിട്ടും അത് നമ്മുടെ റിലേഷൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ അപ്പോൾ അതായിട്ട് മൂഡ് ആവുന്നില്ല. അയാൾക്ക് തന്നെ തെറ്റിദ്ധരിച്ചുകൂടെ? അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ. നമ്മളപ്പോഴും അയാൾക്ക് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ മൂഡാവുന്നില്ല. സോ നമുക്ക് നമ്മളെ തന്നെ ഈ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുകയും ഈ കണ്ടേജിയസ് ആയ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ പോസിറ്റീവ് വൈബുകൾ അയക്കുകയും ചെയ്യാം. അതുവഴി നമ്മുടെ ഇൻട്രാപേഴ്സണൽ റിലേഷനെയും ഇൻ്റർപേഴ്സണൽ റിലേഷനെയും നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം. സോ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.